ഹലോ ഗൈസ്, അസ്സലാമലൈക്കും. മക്കളൊക്കെ നേരത്തെ തന്നെ എണീറ്റ് വന്ന് കുളിച്ച് റെഡി ആയിട്ട് കൊലായിൽ വന്ന് നിൽക്കുകയാണ് കേട്ടോ. ഇന്ന് മദ്രസയിൽ നബിദിനായതുകൊണ്ട് നേരത്തെ എണീറ്റിട്ടുണ്ടായിരുന്നു. തനുവൊക്കെ കുറേ 10 മണിയൊക്കെ ആവാനാവും ഏകദേശം എണീക്കണമെങ്കിൽ. അപ്പം മിഠായി കവറൊക്കെ പിടിച്ച് രാവിലെ തന്നെ 7 മണി ആവണ മുന്നേ തന്നെ റെഡി ആയിട്ട് വന്ന് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഉപ്പച്ചി ഇന്നലെ രാത്രി വരുമ്പോൾ കൊണ്ടുവന്നതാണ് കേട്ടോ മിഠായി. അപ്പോൾ ഏകദേശം 1 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ ഉപ്പച്ചി കട അടച്ച് വന്നപ്പോൾ. അപ്പോൾ തനുവും റിനുവൊക്കെ മാറ്റി. റിനുവിൻ്റെ ഡ്രസ്സ് ഇതാണ് കേട്ടോ, ഡ്രസ് കോഡാണ്. മദ്രസയിൽ എല്ലാ കുട്ടികൾക്കും ഒരേപോലത്തെ ഡ്രസ്സാണ് കേട്ടോ ഉള്ളത്. തനുട്ടി എവിടുക്കാ പോണേ? ആ, നബിദിനത്തിന് എനിക്ക് ഈ മദ്രസയിൽ പോണില്ലല്ലോ. പോവാ? ഈ കവറിൽ എന്താ നോക്കട്ടെ. എത്ര പാക്കറ്റ് ഉണ്ട്? 3 പാക്കറ്റ് മിഠായി ഉണ്ടല്ലേ. ഇത് എന്താ ചെയ്യാ? ഇത് അവിടെ പോയിട്ട് അവിടെ കൊണ്ടുപോകും, അവർക്ക് കൊണ്ടുപോകും, എന്നിട്ട് അവർക്ക് എല്ലാവർക്കും. മതച്ചക്ക് പോണ്ടാ? ഇത്തണി മതച്ചക്ക് പോണ്ടാ? ഇത്തണി മിഠായി ഇന്നലെ തുടങ്ങിക്കണല്ലേ. ഇത്തണി മനസ്സിലാ ഇല്ല. നമ്മുടെ 7 മണിക്കാണ് മദ്രസയിൽ മൗലൂദ് തുടങ്ങല്. ഇപ്പച്ചിന്റെ ഒന്നും കഴിഞ്ഞിട്ടില്ല. ഇപ്പച്ചിനെ കഴിഞ്ഞാൽ ഞങ്ങൾ അപ്പത്തന്നെ പോകും. ഇജിടനക്ക് എന്താ പണി? ഇല്ല, എന്താണ്? കിട്ടി മുട്ടായി എടുക്കാണ് കേട്ടാ. തപ്പണ്ട, കൊണ്ടുപോവാനുള്ളത്. എന്താണ് ഇശിയനെ കുട്ടീനെ കാട്ടുന്നുണ്ടാ? ഇവൾക്ക് പർദ്ദല്ല കേട്ടാ. അപ്പോൾ അവള് റിനുട്ടിന്റെ ചുരിദാറാണ് എടുത്തിട്ട് പർദ്ദ വേണമെന്ന് പറഞ്ഞിട്ട്. കണ്ടില്ല? ഇവരെന്നെ ഇവിടുന്ന് പൊട്ടിക്കലൊക്കെ കഴിഞ്ഞു കേട്ടാ. അത് എവിടെ മുട്ടായി എടുത്ത നോക്കട്ടെ. തനു ഇസിയാൻ പോവണ്ടാ മദ്രസക്ക്? തനു അതിലുണ്ടല്ലോ ഒരു പാക്കറ്റ്, കവറിലുണ്ട് പാക്കറ്റ്. എടുത്തോണ്ട. എവിടെ തനുവാ? എടുത്തോണ്ട് വാ. പൊട്ടിച്ചിക്കണല്ലേ? ഞങ്ങള് പൊട്ടിച്ചതല്ല, എടുത്തേക്ക്. അവളെടുത്തേക്ക്. ഇങ്ങോട്ട് നോക്കി ഒരു ഫോട്ടോ എടുക്കട്ടെ കേട്ടാ. റിനു മദ്രസത്തെ പാട്ടൊന്ന് പാടാൻ പറ്റുമോ? പാടിക്കാൻ നോക്കട്ടെ. പാടിക്കാന് 12 പൂലേരിക്കുന്നഴകറബേ, പന്തങ്ങൾ കത്തും പോലെ തെളിഞ്ഞു കൽബേ, എന്തെല്ലാം അലങ്കാര കടലിറബേ, മന്ദാര പൂനരിയൊരു നാണയു കൽബി, 1500 മുത്ത് ആരുടെ നെഞ്ചിലും ആശ പെരുത്ത്, ആർദ്രതകൾ ഭഗമിട്ട് കൊടുത്ത്, 1500 മുത്ത് ആരുടെ നെഞ്ചിലും ആശ പെരുത്ത്, ആർദ്രതകൾ ഭഗമിട്ട് കൊടുത്ത്, എന്താരം തിളക്കങ്ങൾ കുറയുകില്ല, പിന്നാലെ നടന്നവർ തളരുന്നില്ല. എത്ര ഉള്ളൂ? സൂപ്പർ ചെയ്യുന്നിട്ടാ. സമ്മാനം ഉണ്ട് അന്ന് മദ്രസന്ന് വന്നിട്ടൊരു സമ്മാനം തരും. അപ്പൊ ഓക്കെ. എന്താ എന്റെ കണ്ണും മുറൊക്കെ ഒരുമാതിരി ഉണ്ടല്ലോ. വെയ്യേ? തുമ്മലുണ്ടാ? ഇപ്പച്ചെന്താ വരാത്ത പോവാനേ? നേരെ എത്രയായി? നേരം
5 മണി. എന്താണ് ഇപ്പൊ ചെയ്യണേ? ചേച്ചി അവിടെ മാറ്റാൻ പോകും. 7 മണിക്ക് ചെല്ലാൻ പറഞ്ഞിട്ട് 7 ചങ്ങാഴ്ചയെ അത് വേഗം വിളിച്ചാ പോയിട്ട്. വിളിച്ചിട്ട് വരുന്നില്ല. എന്തപ്പച്ചാണ് എന്റെ പച്ചി? മേം പോയി വിളിക്കേ പച്ചിനാ. റിനു ചായ അടിച്ചിട്ടില്ല. അത് ചാടിക്കാത്ത കണ്ട മനസ്സിലാക്കൂടെ? കണ്ട മനസ്സിലാക്കൂടെ? കണ്ടാ മനസ്സിലാക്കിക്കൂടെ? ഇവള് നോണ പറഞ്ഞിട്ടാ. ഈ തനി നല്ല നോണ പറഞ്ഞിട്ടാ. ഉണ്ട് ഉണ്ട്. എത്ര ദോശ തിന്നാല് പറയേ? 1. ഈ എത്ര തിന്നേ? 2. ഇവൻ എത്ര തിന്നേ? 3. നിങ്ങൾ എടുത്ത കൊണ്ട് തന്നെ കൊണ്ടേക്കോളി. പാവാണ്, നോക്കി നിക്കുന്നുണ്ട് ട്ടാ നമ്മളെ ഇച്ചിട്ടിന്. അവനക്ക് അറിയില്ലല്ലോ പുതിയ. ചെറിയ വല്യമ്മേട്ടാ പോണത്. നമ്മളെ ഫസൽ ഫാമിലിത്തെ വല്യമ്മേട്ടത്. ടാറ്റ ടാറ്റേ ടാറ്റാ. പോയിട്ട് വരാ പറ. എന്തൊക്കെ കൊണ്ടുവരും? പിന്നെ പാവാടി ഇവിടെ ഒരാള് നോക്കി നിൽക്കുന്നുണ്ട്. കൊണ്ടുപോണില്ലെങ്കിൽ പിന്നെ ടാറ്റ കൊടുക്കേ. ടാറ്റ കൊടുക്കേ. നമ്മളെ ഇച്ചുട്ടി ഇവിടെ TV കാണാൻ കേട്ടാ. ഇല്ലേ, കാർട്ടൂണാണ് കേട്ടോ കാണുന്നത്. താത്താരൊക്കെ പോയപ്പോള് TV കണ്ടോണ്ടിരിക്കാണ് കേട്ടാ. ഇറ്റുമാ ഇറ്റുപ്പാ ഇറ്റുപ്പാ ഇറ്റാനെ ഇറ്റാനെ എവിടെ? റിനു ഉണ്ട്. റിനു എന്താ? റിനു TV കാണാണ്. ഇവിടെ കുരങ്ങന്റെ കാർട്ടൂണാണ് കേട്ടോ അവര് കാണുന്നത്. കുറച്ചു നേരമൊക്കെ ഇരിക്കുള്ളൂ, പിന്നെ തുടങ്ങും കരച്ചില്. അപ്പൊ നമ്മളെ ഇച്ചുട്ടി ഇവിടെ TV കണ്ടിരിക്കണ്ടേ. ഇച്ചുട്ടി ഇവിടെ TV കണ്ടിരിക്കണ്ടേ. ഇച്ചുട്ടി ഇവിടെ TV കണ്ടിരിക്കണ്ടേ. മെഷീനിൽ കുറച്ച് ഡ്രസ്സുകൾ ഉണ്ട് കേട്ടോ, ഉണക്കി വെച്ചതാണ്. നല്ല മഴയാണ്, അതുകൊണ്ട് നമുക്ക് തോര ഇടാനൊന്നും പറ്റൂല അയലുമല്. അപ്പൊ നമുക്ക് ഇതിന് റൂമുകളിൽ തന്നെയാണ് കേട്ടോ ഇടാനുള്ളത്. പിന്നെ ഇന്ന് ഇപ്പൊ ഫുഡൊന്നും ഉണ്ടാക്കാനില്ലല്ലോ, മദ്രസയിൽ കൊണ്ടുവരും ഫുഡൊക്കെ. അപ്പൊ പിന്നെ ഉച്ചക്കത്തെ ഫുഡൊന്നും നമുക്ക് ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. അപ്പൊ നമുക്ക് ഇങ്ങോട്ട് കഴിഞ്ഞ അവര് വരുമ്പോ കാണാട്ടാ. അലക്കൽ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ തുടക്കാൻ നിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. തുടച്ചുകൊണ്ടിരിക്കുമ്പോഴായിരുന്നു അവര് കയറി വന്നിട്ടുണ്ടായിരുന്നത്. അപ്പൊ തനു കയറി വന്ന പാടെ തന്നെ വെള്ളം കുപ്പി എടുത്ത് കുടിക്കുന്നുണ്ട്. റിനുവിന്റെ കയ്യില് മിഠായിന്റെ കവർ ഉണ്ടായിരുന്നു കേട്ടാ. മിഠായും അങ്ങനെയുള്ള ബേക്കറി ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടാ. പിന്നെ നമ്മളെ തനുട്ടി ഇത് ഐസ്ക്രീം ഒക്കെ കഴിച്ചുകൊണ്ട് നിൽക്കുകയാണ് കേട്ടാ. പിന്നെ നമ്മള് സിറാജ് കാക്ക അവിടെ ചായ കുടിക്കുകയാണ് കൊല്ലായ്മല്. പോകുമ്പോ ചായ ഒന്നും കുടിച്ചിട്ടില്ലായിരുന്നു, അപ്പൊ വന്നപ്പോ ചായ കുടിക്കുകയാണ് കേട്ടാ. അങ്ങനെ നമ്മൾ കൊണ്ടുവന്ന മിഠായികളൊക്കെ എന്തൊക്കെയാണ് ഉള്ളതെന്ന് നോക്കുകയാണ് കേട്ടോ കവറില്. അപ്പോൾ കുറേ മിഠായികളും ബിസ്ക്കറ്റും ക്രീം ബണ്ണും ഒക്കെ അങ്ങനെയുള്ള കുറേ സാധനങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ തനുട്ടി ഇവിടെ ഐസ്ക്രീം കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആ കൊണ്ടുവന്ന മിഠായിയൊക്കെ ഒന്ന് കൊലയിൽ കൊണ്ടുപോയിട്ട് കൊട്ടി നോക്കാമെന്ന് വിചാരിച്ചു. കൊട്ടി നോക്കിയപ്പോൾ കുറേ ബിസ്ക്കറ്റുകളും മിഠായികളും ക്രീം ബണ്ണും അങ്ങനെയുള്ള കുറേ സാധനങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം നമ്മൾ അടുത്തുള്ള വീട്ടിലെ കുട്ടികൾക്കൊക്കെ കൊടുക്കാമെന്ന് വിചാരിച്ച് അതൊക്കെ ഒന്ന് എല്ലാവർക്കും ഓരി വെച്ചു. അപ്പോൾ നമ്മളെ ഇച്ചിട്ടിന് അടുത്ത മിഠായിയൊക്കെ നമ്മളവിടെ കൊട്ടിയപ്പോൾ അവിടെ നിന്ന് അകത്തുനിന്ന് ഓടി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല സന്തോഷം ഉണ്ടായിരുന്നു അവനക്ക്. കുറേ കളർഫുൾ ആയിട്ടുള്ള കുറേ പാക്കറ്റുകളൊക്കെ കിടക്കുന്നത് കണ്ടപ്പോൾ. അങ്ങനെ ഇച്ചിട്ടിന് വന്നിട്ട് കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ മുറ്റത്തൂടെ നായകൾ ഓടുന്നത് കണ്ടപ്പോൾ ഞാൻ അവനെ വിളിച്ചിട്ട് നായനെ കാണിച്ചു കൊടുക്കുകയാണ് കേട്ടോ. നമ്മളെ മുറ്റത്ത് ഏത് നേരം നായകളുണ്ടാവും. അപ്പോൾ നമുക്ക് കുട്ടികളൊന്നും പുറത്തേക്ക് വിടാനൊക്കെ പേടിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ മിഠായിയൊക്കെ അവിടെ നിരത്തിയപ്പോൾ തനുട്ടി നല്ല കരച്ചിലായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ എല്ലാവർക്കും കൊടുക്കാനും വേണ്ടിയിട്ട് പറഞ്ഞപ്പോൾ ഓരി വെക്കാനും വേണ്ടി നിൽക്കില്ലായിരുന്നു. അപ്പോൾ അവളത് വേണ്ടാന്ന് പറഞ്ഞ് നല്ല കരച്ചിലായിരുന്നു. ആ കരച്ചിൽ നിർത്താൻ കുറേ പാടുപെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മൾ. കുറേ കഴിഞ്ഞിട്ടാണ് പിന്നെ ആ കരച്ചിലൊക്കെ മാറിയത്. പിന്നെ ഉച്ചയ്ക്ക് ഏകദേശം ഒരു 12 മണിയൊക്കെ ആയപ്പോൾ
മദ്രസയിൽ പോയിട്ട് ഫുഡൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ബിരിയാണി ആയിരുന്നു കേട്ടോ, നല്ല അടിപൊളി ബിരിയാണി ഒക്കെ ആയിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.